ഹേയ് ലു, അപ്പം നമുക്ക് മീഷോ എന്നൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കിച്ചൺ ആക്സസറി ആണ്. കുറേ ആയിട്ട് ഞാൻ മേടിക്കണമെന്ന് വെച്ച സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ്. ഇലക്ട്രിക്കൽ ലൈറ്ററാണ് സംഭവം. കുറേ റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ട് കുറേ ആയി മേടിക്കണം എന്ന് വെച്ച സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സീപോർട്ട് കേബിളൂടെ വരുന്നുണ്ട് കേട്ടോ. കേബിളും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് കയ്യിലെടുത്ത് നോക്കി കേട്ടോ. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കുകയും ചുളിക്കുകയും എല്ലാം ചെയ്യാം കേട്ടോ. ഇത് 360 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കത്തിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുമായിരുന്നു. പവർ സ്വിച്ചും അതേപോലെ തന്നെ ഓൺ ഓഫ് സ്വിച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതൊന്ന് ആദ്യമായിട്ടൊന്ന് ഇട്ട് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതിനൊരു ശബ്ദം കൂടെ വരുന്നുണ്ട് കൂടെ. ഇത് അതിൻ്റെ സ്പാർക്ക് വരുന്ന ടൈമിൽ ഇതിന് ശബ്ദം വരും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കത്തിച്ച് നോക്കുകയാണ്. ഇതിൻ്റെ കൂടെ വരുന്ന കേബിൾ നമ്മൾ ഈ ലൈറ്ററിൽ കുത്തി കൊടുത്ത് നമ്മളെ സാധാ ഫോൺ ചെയ്യുന്ന ചാർജറിൽ കുത്തിയിട്ടിട്ട് നമുക്ക് ഇതിന് ചാർജ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഓഫ് ഓൺ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഈ ലൈറ്ററിൽ എത്ര ചാർജ് ഉണ്ട് എന്ന് നമുക്ക് കാണാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ മേലെ കാണുന്ന ആ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ ഇതിൻ്റെ എൻഡിൽ സ്പാർക്ക് വരും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഞാനും ഇത് ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് കുറച്ച് കനം കൂടിയ പേപ്പറിലായതുകൊണ്ട് തന്നെ കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പേപ്പറും കാര്യങ്ങളും അതേപോലെ തന്നെ ഇങ്ങനെ കട്ടി കൂടിയ സംഭവങ്ങളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അധികം നേരം തന്നെ ആ ബട്ടണുമ്മേ പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. എന്നാലാണ് അതൊന്ന് കത്തുള്ളൂ. നമ്മളെ ഗ്യാസൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കട്ടിയുള്ള പേപ്പർ കത്താത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു നൈസായി കട്ടിയില്ലാത്തൊരു പേപ്പറിലൊന്ന് കത്തിച്ച് നോക്കിയിട്ടോ. അപ്പോൾ കത്തുന്നുണ്ട്, നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഞാനിത് മീഷോന്ന് വാങ്ങിയപ്പോൾ 136 രൂപയാണ് കേട്ടോ ആയത്. ഇത് ഞാൻ പിന്നെ വന്നിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടോ ഗ്യാസിൽ വന്നിട്ട്. അപ്പോൾ നന്നായിട്ട് പ്രൊഡക്റ്റൊക്കെ വർക്കാവുന്നുണ്ട്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ ഓക്കെ, ബൈ.